റെഡിയാക്കുന്നത് ഒരു നാടൻ സ്നാക്സായ പരിപ്പ് വടയാണ്. അതിനുവേണ്ടി 1/4 കിലോ പരിപ്പ് 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇവിടെ വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനിത് 3 ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാൻ. തുല്യമായിട്ട് വീതിച്ചിട്ട് ആദ്യത്തെ ഒരു ബാച്ച് നന്നായിട്ട് അരച്ചെടുക്കണം, രണ്ടാമത്തെ ബാച്ച് ചതച്ചെടുക്കണം, മൂന്നാമത്തെ ബാച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അങ്ങനെ മൂന്ന് തരത്തിലാണിത് അരച്ചെടുക്കേണ്ടത്. പരിപ്പ് മുഴുവനും ഇവിടെ 3 ട്രിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അതിനായി ഒരു സവോള അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 കറിവേപ്പില അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 3 വറ്റൽമുളക് നുറുക്കിയെടുത്തത്. ഇനി ഇതും കൂടെ ഈ പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നതും നല്ലതാണ്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അതിനായി മാവ് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം ഉള്ളംകൈയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ഷേപ്പിന് കിട്ടണം. ബാക്കിയുള്ള മാവും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം അനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു കടായിൽ ഫ്രൈ ചെയ്യാൻ എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണ ചൂടായോ എന്ന് ഒന്ന് നോക്കാം. ഒരു ചെറിയ പീസ് മാവ് എടുത്തിട്ടാൽ മതി. ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഷേപ്പാക്കിയ ഓരോ വടയും ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞു പോകും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുഴപ്പമില്ല. നമുക്കിതുപോലെ ഇനി എല്ലാ വടയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം കരിഞ്ഞു പോകും, ഉള്ളു വേഗത്തുമില്ല. പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.